ഇന്ന് നമ്മുടെ ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷമടക്കം പങ്കെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിലെ തുടർ നടപടികൾ സംസ്ഥാനത്തിന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഒറ്റക്കെട്ടായ നിലപാടാണ് ഈ SIR-നെതിരെ. അത് നടപ്പാക്കാൻ അനുവദിക്കരുത് എന്ന ഒറ്റക്കെട്ടായ നിലപാടാണുള്ളത്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ എങ്ങനെയെന്നത് ആലോചിക്കാൻ വേണ്ടിയാണ് ഈ യോഗം ചേരുന്നത്. വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. രാജ്യവ്യാപകമായ SIR-ന്റെ ഭാഗമായിട്ടുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നമ്മുടെ സംസ്ഥാനത്തും ആരംഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ എതിർപ്പുകൾക്കിടയിലാണ് ആ പരിപാടി നമ്മുടെ സംസ്ഥാനത്തും തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് തുടർ നടപടികൾ എങ്ങനെ നീങ്ങണം എന്നതടക്കം ആലോചിക്കാനല്ലേ ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നത്? ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയല്ലേ ഇപ്പോൾ നമുക്കുള്ളത്? മനു, വെരി ഗുഡ് മോർണിംഗ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SIR-മായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു ഇടപെടലാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആ നിലയിലുള്ള സമാനമായ ഒരു നിലപാട് തന്നെയാണ് കേരളത്തിനാകെ. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ഇതര രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം ഈ വിഷയത്തിൽ സമാനമായ നിലപാടാണ്. അധികം വൈകാതെ തന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുന്ന ഒരു ഘട്ടമാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും എല്ലാം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക്, അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമാണ്. ഈ തിരക്ക് പിടിച്ച ഘട്ടത്തിൽ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കണമെന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുമ്പോൾ നേരത്തെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിരുന്നു. അതിൽ CPIM ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ മറ്റ് എല്ലാ BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം സമാനമായ നിലപാട് ഈ വിഷയത്തിലെടുത്തു. തിടുക്കപ്പെട്ട് കേരളത്തിൽ SIR നടപ്പാക്കരുത് എന്ന നിലയിലുള്ളൊരു നിലപാടാണ് എടുത്തിരുന്നത്. ഈ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിലവിൽ ഇത് നീട്ടിവെക്കണം എന്ന അഭിപ്രായമാണ് അറിയിച്ചത്. പക്ഷേ ആ അഭിപ്രായം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത്. അത് നിർബന്ധപൂർവ്വം സംസ്ഥാനത്തുൾപ്പെടെ നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് വിളിച്ചിട്ടുള്ളത്. വൈകിട്ടോടുകൂടിയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഈ യോഗം നടക്കുക. ഇതിലും സ്വാഭാവികമായും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിൽ യോജിച്ച ഒരു നിലപാടാണ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും എടുക്കുന്നത്. BJP ഒഴികെയുള്ള കക്ഷികൾ എടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ധൃതി പിടിച്ച് ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്ന ഒരു കാര്യം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നേരത്തെ തന്നെ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഇനി വരാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നു. ഇതിലൊക്കെ വളരെ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ധൃതി പിടിച്ചത് നടപ്പാക്കുന്നത് വഴി മറ്റെന്തോ ഒരു അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന ഒരു ആക്ഷേപം വലിയ തോതിൽ എല്ലായിടത്തും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊന്ന്, മതാധിഷ്ഠിതമായ ആളുകളെ വേർതിരിക്കുന്നതിനുള്ള ഒരു ഹിഡൻ അജണ്ട കേന്ദ്ര സർക്കാരിനുണ്ട്. അതാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന വിമർശനം വ്യാപകമായി ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ടർ പട്ടിക പുതുക്കി തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ മറ്റ് പ്രയാസങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ ഈ വോട്ടർ പട്ടിക പുതുക്കി കൂടുതൽ ആളുകളെ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നടത്തി തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ 2002-ലുള്ള ഒരു കണക്കുകൾ വെച്ച് വീണ്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി വ്യാപകമായി സംശയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള ഈ സർവകക്ഷി യോഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുക. ഏറ്റവും നിർണായകമായൊരു തീരുമാനത്തിലേക്ക് യോഗം പോകുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിനുശേഷമായിരിക്കും നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. മനു, ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളുടെ സാധ്യതയടക്കം പരിശോധിക്കാനുള്ള ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്? മനു, സ്വാഭാവികമായും ആ നിലയിൽ സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. എന്തായാലും ഒരു ഘട്ടത്തിലും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളെ സംസ്ഥാനം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് CPIM മാത്രമല്ല, മറ്റ് CPI ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനെതിരെയാണ് ഇപ്പോൾ നിലപാടെടുക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യോജിച്ച ഒരു തീരുമാനത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്തേണ്ടതുണ്ട്. നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ മാത്രമാണ് എല്ലാ പാർട്ടികളും
ഒരുമിച്ചിരുന്ന് ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഏകപക്ഷീയമായ ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും എന്നത് ആലോചിക്കാൻ തന്നെയാണ് സർവകക്ഷി യോഗം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിളിച്ചു ചേർക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാനം ഈ പറഞ്ഞ നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുന്നതിന് മുന്നോടിയായുള്ളൊരു ആലോചനാ യോഗമായി വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താവുന്നതാണ്. ആ നിലയിലേക്ക് നിയമപരമായ നടപടികളിലേക്ക് സംസ്ഥാനം കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മനു, ശരി, ഓക്കെ, താങ്ക് യു. കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം SIR വിഷയത്തിൽ ചേരാൻ വേണ്ടി പോവുകയാണ്. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വിഷയത്തിൽ ഒറ്റ നിലപാടാണ്. SIR അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ രാഷ്ട്രീയം ഒരു വശത്ത്,